അതെ, ഞാനിപ്പോൾ ഉള്ളതേ എൻ്റെ സ്വന്തം ലോഫ്റ്റിൽ തന്നെയാണ് കേട്ടോ. അതായത് എൻ്റെ വീട്ടിൽ തന്നെയാണ് എൻ്റെ ലോഫ്റ്റ് ഉള്ളത്. മുട്ടയിടുന്ന കോഴിയും ഫൈറ്റിംഗ് ചെയ്യുന്ന കോഴിയും പിന്നെ പ്രാവും, 2 ഹവായിക്കൂടും 3 കള്ളിക്കൂടാണ് എനിക്ക് സ്വന്തമായിട്ടുള്ളത്. വീടിൻ്റെ താഴത്താണ് ഈ കൂടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല പാമ്പിൻ്റെ ശല്യമുണ്ട്. ഓഗസ്റ്റ് മാസം പകുതിയോടുകൂടിയാണ് ഞാൻ ജോഡി സെറ്റ് ചെയ്തത്. നീണ്ട 2.5 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയ കുഞ്ഞുങ്ങളാണ് ഇതെല്ലാം. ഈ പരുവത്തിലെത്താനും 1.25 മാസം വരെ എടുത്തിട്ടുണ്ട്. നല്ല ആരോഗ്യമുള്ള പ്രാവുകൾക്ക് വർഷത്തിൽ 2 തവണയാണ് പട്ടാവ് തൂവൽ കൊഴിയുന്നത്. പട്ടാവ് തൂവൽ എന്ന് പറഞ്ഞാൽ 10ാം കല്ലിയാണ് കേട്ടോ. അരക്കല്ലി മുതൽ ഈ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്ത് തുടങ്ങാം. 2 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ പറന്നു കഴിഞ്ഞാൽ പിന്നെ ചിറക് കട്ട് ചെയ്ത് വരുന്ന സീസണിലേക്ക് ചിറക് വലിച്ചൊപ്പിച്ച് മത്സരത്തിനായി ഇറക്കാം ഈ കുഞ്ഞുങ്ങളെ. നവംബർ മാസം പകുതിയോടുകൂടി ഇവരുടെ അമ്മയെയും അച്ഛനെയും പിരിച്ചിടണം, സെപ്പറേറ്റ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തണുപ്പ് കാലമാണ്, പ്രാവുകൾക്ക് അസുഖം വരാനും ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ പിരിച്ചിടുന്നത്. ഈ ഹവായ് കൂട്ടിൽ ഇവർ ആദ്യമായിട്ടാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ പരിചയക്കുറവ് നന്നായിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള കൂടുകളിൽ നിന്ന് ഇവരെ പിടിക്കുമ്പോൾ നല്ല കെയറിങ് ആയിട്ട് വേണം പിടിക്കണമെങ്കിൽ, അതല്ലെങ്കിൽ ചിറകും തൂവലെല്ലാം ഡാമേജായി പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഈ കുഞ്ഞാണെങ്കിൽ ഇതിൻ്റെ അച്ഛനെ പോലെയാണ്, നല്ല ഷെയ്പ്പോട് കൂടി തന്നെയാണ് ഈ കുഞ്ഞ് കിട്ടിയിരിക്കുന്നത്. നീണ്ട മൂക്കും അതിഗംഭീരമായ തലക്കെട്ടും തന്നെയാണ് ഇതിനുള്ളത്. ആൺകുഞ്ഞാണെങ്കിൽ 1 വർഷം കൊണ്ട് തന്നെ ഇവൻ്റെ യഥാർത്ഥ വലിപ്പവും രൂപവും കാണിക്കും. കുഞ്ഞുങ്ങൾക്ക് ഹാൻഡ് ഫീഡ് ചെയ്യുന്നത് കൊണ്ട് ചെറുതായിട്ട് തോലുകളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചളി പറ്റി കിടക്കുന്നുണ്ട്. അത് നനഞ്ഞ കയ്യിൽ പിടിച്ചിട്ടാണ്. എത്രയൊക്കെ ശ്രദ്ധിച്ച് പിടിച്ച് തീറ്റ കൊടുത്താലും വൈറ്റ് കളർ പ്രാവിൽ എന്തായാലും ഇതുപോലുള്ള ചളി കാണാറുണ്ട്. ഇതേ സെയിം ജോഡിയിൽ കഴിഞ്ഞ സീസണിലെടുത്ത 2 കുഞ്ഞുങ്ങൾ കൂടി എൻ്റെ പക്കലുണ്ട്. ഈ വലത്ത് നിൽക്കുന്ന വെള്ളയും ഈ ഇടത്ത് നിൽക്കുന്ന വെള്ളപ്രാവും, രണ്ടും സെയിം ഒരേപോലെയുള്ള പ്രാവ്, രണ്ടും മെയിൽ പ്രാവുകളാണ്. ഈ കൂട്ടിൽ ഇപ്പോഴും ചിറക് മുറിക്കാതെ 3 ഫുൾ ചിറകുകളുള്ള പ്രാവുകളുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റ് സമയങ്ങളിൽ ഇവരെ പറത്തുന്നുണ്ട്. ഈ കൂട്ടിലുള്ളതെല്ലാം ആൺപ്രാവുകളാണ്. ജോഡിയില്ലാത്ത പെൺപ്രാവുകൾ ഇവരുടെ അടുത്ത് വന്ന് പെട്ടാൽ ഇതാവും അവസ്ഥ. ജോഡിയില്ലാതെ മുട്ടയിടും. ആൺപ്രാവില്ലാത്തതുകൊണ്ട് മുട്ട വിരിയുകയുമില്ല. ഇത് നമ്മുടെ വെള്ള ജോഡി ഇതുവരെ ഒരു മുട്ട പോലും ഇട്ടിട്ടില്ല. അതുകൊണ്ട് ഇവരുടെ ഒരു കുഞ്ഞിക്കാല് കാണാൻ എനിക്കിതുവരെ സാധിച്ചിട്ടുമില്ല. ഇവിടെ പ്രാവ് വെച്ച കാലം മുതൽ എൻ്റെ കയ്യിലുള്ള ഫീമെയിലാണ് ഈ വലത്ത് നിൽക്കുന്നത്. മുട്ടയിടാൻ വളരെ ബുദ്ധിമുട്ടാണ്. വർഷത്തിൽ ഒരു മുട്ടയിട്ടാൽ ആയി. ഇനി കാണാൻ പോകുന്നത് ഒരു അൺലിമിറ്റഡ് ലൈനേജിൽ വരുന്ന ഒരു പെയറാണ്. ഇതാണ് ആ പെയർ. ഈ കാണുന്ന പ്രാവിൻ്റെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ പറയണം. ഇനി വരുന്ന ഒരു പാകിസ്ഥാനി ലൈനേജിലുള്ള ഫീമെയിലും നമ്മളിവിടെ വിരിച്ച ഒരു നാടൻ പ്രാവാണ്. ഇവർ രണ്ടാളും റോളറാണ്. ഈ പാകിസ്ഥാനി ബ്രീഡ് ഹൈബ്രിഡാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ പറക്കും, കാണാൻ പറ്റത്തില്ല, അത്രയും ചെറുതായിട്ടാണ് ഈ പ്രാവ് പറക്കുക. പതിയെ ഈ കൂടടിച്ച് പിന്നെ വരുന്നത് നമ്മുടെ മെയിൻ ജോഡി കൂടാണ്. ചെറിയ കള്ളിക്കൂടാണ്. ഇതേപോലെ ബ്ലൂ മൂക്കിൽ വരുന്നൊരു മെയിൽ പ്രാവും സബ്ജാപ്പുളിയിൽ വരുന്ന ഒരു ഫീമെയിലുമാണ്. 2 കുട്ടികൾ ഇവരുടെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പഴയ സുർമാണ്. ഇവൻ ഇപ്രാവശ്യം ജോഡിയ കാര്യങ്ങൾ ഒന്നും തന്നെ ഇട്ടിട്ടില്ല. ഒറ്റത്തടി, സിംഗിൾ ലൈഫ്. ഈ പ്രാവുകളെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റാറ്റസ് ഇട്ട് ആളുകൾ ഒരുപാട് ചോദിച്ചു. ഞാൻ കൊടുക്കുന്നില്ല പറഞ്ഞതിന് ശേഷം ഒരു പ്രാവിൻ്റെ ചിറകും കംപ്ലൈൻ്റായി, ഒരു പ്രാവിൻ്റെ ചുണ്ടും കംപ്ലൈൻ്റായി. പഴമക്കാർ പറയാറുണ്ട് കണ്ണാറാണെന്ന്, അത് തന്നെ നടന്നു. ഈ കൂട്ടിലെ ഏറ്റവും വയസ്സായ മെയിൽ പ്രാവാണ് ഇത്. കരിങ്കണ്ണിൽ വെള്ളപ്രാവ്, പഴയ പ്രാവാണ്. അടുത്തത് വരുന്നത് നമ്മുടെ വെള്ള ജോഡികളാണ്. ഇവരുടെ കുഞ്ഞുങ്ങൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കും. ഓരോരോ മുട്ട മാത്രമേ വെക്കത്തുള്ളൂ ഇവരുടെ. ഇതാണ് ആ പ്രാവ്. പിന്നെ ഉള്ളത് നമ്മുടെ സബ്ജാപ്പുള്ളിയാണ്. 2-3 സീസണായിട്ട് ഒറ്റയ്ക്ക് നിൽക്കുകയാണ് ഇവന് ഫീമെയിൽ ഇതുവരെ സെറ്റായിട്ടില്ല. അടുത്തത് വരെ ഞാൻ നേരത്തെ കുഞ്ഞുങ്ങളെ പറഞ്ഞ ആ മെയിൽ പ്രാവാണ് ഇത്. അതിൻ്റെ ഫീമെയിൽ അപ്പുറത്തുള്ളത്. ഇനിയുള്ളത് നമ്മുടെ ഒറ്റക്കല്ലി വെള്ളയും കഴുത്തുപൂതി കുഞ്ഞും. ഇതൊക്കെ ഇവിടെ വിരിച്ച പ്രാവുകളാണ്. ജീരാണും അതിൻ്റെ പട്ടയും. ഇവരൊക്കെ മുട്ടയിൽ കിടക്കുകയാണ്. ഒരീറ്റ കുഞ്ഞെടുത്തിട്ടുണ്ട്. ഫീമെയിൽ മുട്ടയിടില്ല, വേറെ മുട്ടയിലാണ് ഈ ഫീമെയിൽ കിടക്കുക. മുട്ടയിടാത്ത ഫീമെയിലിനെ എങ്ങനെയാണ് മുട്ടയിൽ കിടത്തി കുഞ്ഞെടുക്കുക എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഞാനിവിടെ ഈ പ്രാവുകൾക്ക് കൊടുക്കുന്ന ഫുഡ് മക്കച്ചോളം, അതുപോലെ കോറ, ചെറുപയർ, ഗോതമ്പ് എന്നീ ധാന്യങ്ങളാണ്. പ്രാവിനെ സ്നേഹിക്കുന്ന ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം എവിടെ നിന്നാണ് കാണുന്നതെന്ന്. എനിക്ക് കൂടി അറിഞ്ഞിരിക്കാമല്ലോ. എൻ്റെ സ്ഥലം പാലക്കാടാണ്. പേര് അഭിലാഷ് എന്നാണ്. 2-3 ദിവസമായിട്ട് നമ്മുടെ ലോഫ്റ്റിൽ വന്നൊരു അതിഥിയാണ് ഈ കുറിഞ്ഞു നിൽക്കുന്നത്. ഇവനൊരു ആൺപ്രാവാണ്. ഇതുവരെ അവന് കൂട്ടിൽ കയറ്റിയിട്ടില്ല. ആരുടെ പ്രാവാണെന്ന് അറിയില്ല. കാലിലൊരു റിങ്ങും ഉണ്ട്.
ഇവിടുത്തെ പ്രാവുകളെ കൂടെ തീറ്റയെല്ലാം തിന്നും. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഒറ്റ എണിക്കലാ. ടെറസിൻ്റെ മുകളിൽ പോയിരിക്കും. ആൾക്കാരെ കണ്ടില്ലെങ്കിൽ പതിയെ താഴ്ത്തും വരും. ഈ ഭാഗത്ത് ഫാൽക്കൻ്റെ ശല്യം ഉള്ളത് കൊണ്ട് തന്നെ ഇവനെ പറപ്പിച്ച് വിടാനും ഒരു മനസ്സില്ല. 2 ദിവസം കൂടി നോക്കിയിട്ട് ഇവൻ പോകുന്നില്ല എന്ന് കണ്ടാൽ ഇവനെ പതിയെ പിടിച്ച് ആ റിങ് നമ്പറിൽ നോക്കിയിട്ട് വിളിച്ചു പറയണം, നിങ്ങളുടെ പ്രാവ് നമ്മുടെ പക്കലുണ്ടെന്ന്. നേരം ഇരുട്ടി തുടങ്ങിയത് കൊണ്ട് പ്രാവുകളെ തീറ്റയ്ക്ക് വിടാനും സമയമായി. എല്ലാ പ്രാവുകളെയും ഒപ്പം തന്നെയാണ് ഞാൻ തുറന്നു വിടാറ്. അപ്പോൾ ഇതൊക്കെയാണ് നേരത്തെ കൂടുകളിൽ കണ്ട പ്രാവുകൾ. ആൺപ്രാവുകൾ കുറുങ്ങി നടക്കുന്നുണ്ട് പെൺപ്രാവുകളുടെ പിന്നാലെ. ഇനി ഇവരുടെ പിന്നാലെ 1 മണിക്കൂർ. അത് കഴിഞ്ഞ് ഇവരെ കൂട്ടിലടച്ച് നേരെ ഉറങ്ങാൻ പോകും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.